കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. വളരെ സുപരിചിതമായ ഒരധ്യായം. യഥാസ്ഥാനപ്പെടൽ, റെസ്റ്റോറേഷൻ്റെ ഒരധ്യായം. ആദ്യം നമ്മൾ അതിൽ കേൾക്കുന്നത് ആ അധ്യായത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? ചുങ്കക്കാർ, പാപികൾ, സമൂഹത്തിൽ അധകൃതരായി കാണപ്പെടുന്നവർ, ശാസ്ത്രിമാരും വിശുദ്ധന്മാരെന്ന് നടിക്കുന്നവരും തഴഞ്ഞിട്ടിരിക്കുന്നവർ. മനുഷ്യനായി വന്ന ദൈവം അവരെ സ്വീകരിച്ചു, അവരെ കൈക്കൊണ്ട് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. എന്ത് ഭാഗ്യമല്ലേ! ദൈവം മനുഷ്യനായിട്ട് വന്നപ്പോൾ തിരിച്ചറിയാതെ അസുലഭ അവസരം നഷ്ടപ്പെടുത്തിയ അനേകരുള്ള തലമുറയിൽ ഈ പാപികൾക്ക് ആ ഭാഗ്യം കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് ശാസ്ത്രിമാരും പരീശന്മാരും ഇവർക്കെതിരെ പിറുപിറുത്തു. അപ്പോഴാണ് യേശു കർത്താവ് 3 ഉപമ പറയുന്നത്. അതൊരു പ്രൊസീജിയറാണ്. വഴിവെക്കി നിൽക്കുന്ന പാപി കർത്താവിൻ്റെ ശരീരമായ സഭയിൽ വരുന്നത്, അഴുക്കുചേറ്റിൽ കിടക്കുന്നവൻ പാറപ്പുറത്ത് കയറി നിന്ന് പാട്ടുപാടുന്നത്, മലിനമായ വസ്ത്രം ധരിച്ച് പിശാചിൻ്റെയും മനുഷ്യരുടെയും കുറ്റപ്പെടുത്തൽ കേട്ടവൻ ദൈവം തരുന്ന വെള്ളയുടുപ്പ് ധരിച്ച് അനേകരെ നീതിയിലേക്ക് നടത്തുന്ന നക്ഷത്രമായി മാറുന്നത്. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഒന്ന് കാണാതെ പോയവനെ തിരഞ്ഞു വരുന്ന ഇടയൻ. എങ്ങനെ തിരഞ്ഞു വരുന്ന? മെസ്സേജ് പറയുകയാണ്. പവർ വിഷനിലൂടെ, മറ്റ് ചാനലുകളിലൂടെ, സഭായോഗത്തിലൂടെ, പരസ്യയോഗത്തിലൂടെ, ഭവന സന്ദർശനത്തിലൂടെ, വ്യക്തിപരമായിട്ട് വിളിക്കുകയാണ്, വചനം പറയുകയാണ്. കണ്ടുകിട്ടിയാൽ എന്ന് പറഞ്ഞാൽ ഈ വചനത്തോടൊരുത്തം പ്രതികരിച്ചാൽ അവനെ കണ്ടുകിട്ടിയാൽ നീ രക്ഷപ്പെട്ട്, പിന്നെ നിന്നെ തോളിലെടുത്തോണ്ടാണ് വരുന്നത്. നിൻ്റെ ജീവിതം അങ്ങോട്ട് മാറുകയാണ്. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിൻ്റെ ഭാര്യയെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, നിൻ്റെ കുടുംബത്തെക്കുറിച്ച്, നിൻ്റെ പൂർവികരെക്കുറിച്ച്, ചാർച്ചക്കാരെക്കുറിച്ച് സ്വർഗം തൻ്റെ ഡയറിയിൽ വാഗ്ദത്തങ്ങൾ എഴുതി വെക്കുകയാണ്. അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്ന വാഗ്ദത്തങ്ങളിൽ ഇങ്ങനെ ടിക്ക് ചെയ്യുകയാണ്. അവിടെ പറയുന്നു, മാനസാന്തരപ്പെടുന്നൊരു പാപി. അവനവിടെ കൊണ്ടുവന്നു, സഭയെ കൊണ്ടുവന്നു. സഭയെ വരുന്നവൻ വിശുദ്ധനാണോ? സഭയെ വരുന്ന എല്ലാവരും വിശുദ്ധനല്ല. പക്ഷേ വിശുദ്ധനാകാനുള്ള പരിപാടി, ട്രെയിനിങ്, ക്ലീനിങ് പ്രൊസീജിയർ അവിടെ നടക്കുകയാണ്. 10 കൽപ്പനയുണ്ട്, 1 തെറ്റിയ എല്ലാത്തിനും പോയി. കണ്ടോ? മാനസാന്തരപ്പെടുന്നൊരു പാപി എന്ന് അവിടെയും വിളിക്കാൻ കാര്യം, ഞങ്ങൾ 9 കൊണ്ട് 1 പോയുള്ളെന്ന് പറയുന്നവൻ ഈ പാപിയാണ്. 8 കൊണ്ട് 2 പോയുള്ളൂ. ഇല്ല, ഇത് പരീക്ഷയൊന്നുമല്ല. ഹല്ലേലൂയ, സബ്ജക്റ്റ് കിട്ടി ലാംഗ്വേജ് പോയി, അങ്ങനെയൊന്നുമല്ല. 10ൽ 10 വേണം. അവിടെ രാത്രികളിൽ എഴുന്നേറ്റിരുന്ന് നിലവിളിച്ച് കരഞ്ഞ് തൻ്റെ തെറ്റുകളെ ഏറ്റുപറയുന്നു മനുഷ്യൻ. അവന് കരുണ ലഭിക്കുകയാണ്. അങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്. പക്ഷെ അവിടെയും പറയുന്നു, മാനസാന്തരപ്പെടുന്നൊരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. അവന് വേണ്ടി ഏഞ്ചൽസ് ഇറങ്ങി വരും. അവൻ സൂപ്പർ നാച്ചുറൽ ലെവലിലേക്ക് കടക്കാൻ പോവുകയാണ്. അവൻ പുത്രത്വത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങനെ പുത്രനായി തീർന്നവൻ, അപ്പൻ്റെ വീട്ടിൽ വന്നവൻ, അപ്പൻ്റെ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ചവൻ, അവൻ പിന്മാറിപ്പോയി, അവനെ കാണാതെ പോയി. അത് അത്ഭുതമല്ലേ? പക്ഷേ അപ്പൻ തിരക്കി പോകുന്നില്ലല്ലോ. കാരണം ഇത് തിരക്കി പോകേണ്ടതല്ല, തിരയേണ്ടതുമല്ല. മറിച്ച് വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഇത് തനിയെ പ്രാപിക്കേണ്ട വെളിപ്പാടാണ്. ചിലരെ കഷ്ടങ്ങളിലൂടെ കടത്തിവിടും, പക്ഷെ നശിച്ചു പോകുകയില്ല. ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളൊക്കെ വരാം, പക്ഷെ പേടിക്കണ്ട. നേരത്തെ പറഞ്ഞ പോലെ അദൃശ്യമണ്ഡലത്തിൽ ദൂതന്മാർ നിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുത്രൻ അവിടെ വെച്ചൊരു വെളിപ്പാട് പ്രാപിക്കുകയാണ്. എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ ദൂർത്തടിച്ചു. ശരിക്കും കൃപയിലല്ലേ നീ ഇവിടെ വന്നത്? വഴിയരികിലല്ലേ നീ കിടന്നത്? സഭയിൽ വന്നതും അവിടെ തേച്ച് കുളിപ്പിച്ച് മിടുക്കനാക്കിയതും കൃപയാലല്ലേ? അപ്പോൾ അതെവിടെ വെച്ചോ മറന്നുപോയി ഇത് പ്രാപിച്ചപ്പോൾ. അപ്പോൾ കിട്ടിയതെല്ലാം ദൂർത്തടിച്ചപ്പോൾ മനസ്സിലായി, ഇനി എനിക്ക് ആ വീട്ടിൽ പോയാൽ എൻ്റെതൊന്നും പറഞ്ഞ് കഴിക്കാനൊന്നുമില്ല, ദാസനായിട്ടിരിക്കാം. അപ്പോൾ ദാസൻ്റെ മനസ്സുമായിട്ട് അപ്പനെ യജമാനെ പോലെ കാണുന്ന ഒരു മകനായിട്ട് മടങ്ങി വരികയാണ്. യജമാനെ നല്ല വിളിക്കുന്നവൻ അപ്പാന്നാണ് വിളിക്കുന്നത്. അപ്പൻ്റെ ചങ്കുരു അത് കേൾക്കുമ്പോൾ. കാരണം ഇപ്പം പറയാൻ പോകുന്ന എന്താണെന്ന് അപ്പനറിയാം.
അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനില്ല എന്ന് പറയുന്നത് അപ്പാന്ന് വിളിച്ചാകുമ്പോൾ അപ്പൻ്റെ ചങ്കുരുക. അവൻ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, നൃത്തം ചെയ്യുകയാണ്, പുതിയ ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, കയ്യിൽ മോതിരമിട്ടിരിക്കുന്നു, കാലിൽ ചെരുപ്പിട്ടിരിക്കുന്നു. അവനോട് ആദ്യം പെറുപെറുത്തൊരുത്തനുണ്ട്. അവൻ വന്നു. ഇവനൊന്നും പറയണ്ട, അപ്പം പറയുകയാണ്. അവൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. കാണാതെ പോയിരുന്നു, കണ്ടു കെട്ടിയിരിക്കുന്നു. നാം സന്തോഷിക്കേണ്ടത് ആവശ്യമാണ്. ഇളയ മകന് എന്തെങ്കിലും ഒരു വളിപ്പില്ലേ അവിടെ നിന്ന് കഴിക്കാൻ? ഇല്ല. കാരണം യഥാർത്ഥ കൃപയിലേക്ക് അവൻ കയറി. എനിക്ക് ഈ വീട്ടിൽ ഒരവകാശമുണ്ടായിരുന്നു. ആ അവകാശം ഞാൻ മേടിച്ച് ദൂർത്തടിച്ചു. പക്ഷെ നഷ്ടപ്പെടാത്ത എനിക്കൊരവകാശമുണ്ട്. അതെൻ്റെ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ ഓഹരിയാണ്, സ്നേഹത്തിൻ്റെ ഓഹരിയാണ്. അതെനിക്ക് നഷ്ടപ്പെടുകയില്ല. പിന്മാറ്റത്തിൽ പോയവനെ നീ നശിച്ചു പോകല. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയലെന്ന് യേശു പറഞ്ഞു. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്താൻ മതിയാകുകയില്ല. അപ്പൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ പിന്മാറ്റം മാറും. സാത്താൻ പിന്മാറിപ്പോകും. കടല് പുറകോട്ട് പോകും. മലകൾ താഴും. താഴ്വരകൾ നികരും. യഹോവയുടെ മഹത്വം വെളിപ്പെടും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കട്ടെ, തുണ നിൽക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിപ്പാൻ, സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ സ്വർഗം സഹായിക്കട്ടെ. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.